വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡറോ ഷുഗറോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഹെൽത്തിയായ രീതിയിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്. ഷുഗർ പേഷ്യൻസിനും കഴിക്കാം. വളരെ നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ ഒട്ടും തന്നെ ഇതിൽ ഷുഗറോ കസ്റ്റാർഡോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എങ്ങനെയാണ് ഈ ഒരു കളറിലേക്ക് കിട്ടുകയെന്ന്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന പ്രത്യേക ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് കിട്ടുക. ഇത് നമുക്ക് ടേസ്റ്റ് ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ പാലാണ് തിളപ്പിക്കേണ്ടത്. ഒരു 1/2 ലിറ്റർ പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇനി ഈ ചൂടൊന്നും ആറണ്ട, ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കേണ്ടതാണ്. അപ്പം ജസ്റ്റ് ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് മക്കാനയാണ്, 1 കപ്പ് മക്കാനയാണ് എടുത്തിരിക്കുന്നത്. മക്കാന നമുക്ക് വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്, ഹാർട്ടിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, അതുപോലെ ആൻറ്റി ഏജിങ് ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. നമ്മുടെ ഷുഗർ ലെവൽസും സ്റ്റേബിളാക്കാനും വളരെ നല്ലതാണ്. ഇനി ഒരു 10-12 കാഷ്നട്ടും ഒരു 10-12 ബദാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഇനി നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സാഫ്രോൺ. ഇതാണ് നമുക്ക് കളറ് കിട്ടുന്നത്, ആ ഒരു യെല്ലോയിഷ് കളർ കിട്ടുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. ഓരോരുത്തരുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതനുസരിച്ച് ഇടാവുന്നത്. അപ്പോൾ ഞാനൊരു 2 പിഞ്ചോളം ഇട്ടിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നു. ഒരു 10-15 മിനിറ്റ് കുതിരാൻ വേണ്ടി ഇത് നമുക്ക് വെക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നല്ല തിളച്ച പൊടി തന്നെ എടുക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മക്കാന അവിടെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴമാണ്, സാധാരണ പഴത്തിന് പകരം ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മാംഗോ എടുത്തിട്ടുണ്ട്, ബ്ലാക്കും ഗ്രീനും ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ പോമോഗ്രാനറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ആപ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ ഒരു 15 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതേ എല്ലാം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നന്നായിട്ട് തന്നെ ഒരു എന്താ പറയുക, ഈ മക്കാനയും കാഷ്നട്ടും ബദാമും എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യം തന്നെ ഗ്രേപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേപ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുളി ഇല്ലാത്തതായിരിക്കണം. കാരണം ഇതിൽ നമ്മൾ മധുരം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ മധുരം കൊണ്ട് മാത്രമാണ് നമ്മൾ മധുരം കിട്ടുക. അപ്പോൾ ഗ്രേപ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുളിയില്ലാത്ത എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാക്കിയും എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പൈനാപ്പിൾ എടുക്കുന്നില്ല. കാരണം പൈനാപ്പിൾ പാലിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ചവർപ്പോ കയ്പോ പോലെ വരും. അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. ബാക്കി ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും എടുക്കുക. അപ്പം ഇനി നമുക്ക് ആ ഒരു നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെ ഞാനെല്ലാം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ ഒക്കെ അടിയാതെ വന്നിട്ടുണ്ട്. അത് സാരമില്ല, നമ്മളിപ്പോൾ കഴിക്കുമ്പം അത് കടിക്കാൻ കിട്ടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാലും ഈ ഫ്രൂട്ട്സും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെ എല്ലാം നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം. അപ്പോൾ അത് നന്നായിട്ട് മുങ്ങി നിൽക്കുന്നത്. ഇത് ഇപ്പം ഈ ഒരു ഞാൻ ഒരുപാട് കട്ടിയിലല്ല, ചെറിയൊരു ലൂസിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് മാത്രം ഹണി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെ നമ്മൾ വളരെ കുറച്ച് ഹണിയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ചേർക്കുമ്പം എന്താ പറയുക, ഒരു ഹെൽത്തി വേർഷനിലാണ് നമ്മളിത് എടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഷുഗർ പേഷ്യൻസിന് വേണമെങ്കിലും നന്നായിട്ട് കഴിക്കാവുന്നതാണ്. കാരണം നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡറോ ഷുഗറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. മക്കാനയാണ് ചേർത്തിരിക്കുന്നത്. മക്കാനയും കാഷ്യൂവും ബദാമിൻ്റെ ഒരുപാട് ഗുണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അതെ 1/2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇപ്പോൾ കളറായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് തണുപ്പിച്ച് കഴിക്കാം, അല്ലാത്തവർക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോളും എല്ലാം ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ്. കാരണം ഇതിൽ
കസ്റ്റാർഡ് പൗഡറോ ഷുഗറോ ഒന്നും തന്നെ ചേർത്തില്ല. മക്കാന വളരെ നല്ലതാണ്, കാഷ്യൂ അതുപോലെ തന്നെ വളരെ നല്ലതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.